നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ജ്യോതിഷത്തിലൊന്നും പാർട്ടിക്കൊരു വിശ്വാസവും ഇല്ല. പിന്നെ ഇലക്ഷന്റെ കാര്യം ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ വിശ്വാസത്തോടൊപ്പം പാർട്ടി നിൽക്കും. പക്ഷേ ജ്യോത്സ്യര് പറഞ്ഞതുകൊണ്ടാണ് നോമിനേഷൻ മാറ്റിവെച്ചതെന്നൊന്നും പുറത്താരോടും പറയണ്ട. അത് പാർട്ടി ആശയങ്ങൾക്കെതിരാണെന്നറിയാലോ. അറിയാം. ഞങ്ങൾക്കും ജ്യോത്സ്യത്തിൽ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ അമ്മ പറയുമ്പോൾ അത് അനുസരിക്കാതിരിക്കേണ്ടെന്ന് കരുതി മാത്രമാ. അമ്മ അനുസരിക്കണം. നിങ്ങളുടെയും പാർട്ടിയുടെയും വിജയത്തിന് വേണ്ടിയല്ലേ സുശീല ജ്യോത്സ്യനെ പോയി കണ്ടത്. അപ്പോ നമ്മൾ അനുസരിച്ചേ പറ്റൂ. ജില്ലാ കമ്മിറ്റി വിളിച്ച് നോമിനേഷൻ 3-ാം തീയതി കൊടുത്താൽ മതിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നമ്മുടെ പാർട്ടിക്ക് എന്തിനേക്കാളും വലുത് സ്ഥാനാർത്ഥിയുടെ വിജയമാണ്. ഇന്ന് പാർട്ടി തന്നെ മാറ്റിവെച്ചു. നാളെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുമ്പോ പ്രസിഡന്റ് സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. മറ്റന്നാൾ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. അവസാന നിമിഷം നോമിനേഷൻ കൊടുക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ച ചരിത്രമേ ഉള്ളൂ. അപ്പോ നമ്മളതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു? സമയം ഞാൻ അറിയിച്ചോളാം. അല്ലെങ്കിൽ സുശീലയോട് പറഞ്ഞ് ആ ജ്യോത്സ്യരെ കൊണ്ട് തന്നെ സമയം കുറിപ്പിച്ചോ. എന്താ? അത് വേണമെങ്കിൽ അമ്മയോട് പറയാം, അല്ലേനോ? അതെ, അമ്മയ്ക്കത് സന്തോഷാവും. പക്ഷേ ഇന്ന് തന്നെ സമയം ഫിക്സ് ചെയ്ത് എന്നെ അറിയിക്കണം. പ്രവർത്തകരോട് മുൻകൂട്ടി പറഞ്ഞാലേ അവരുടെ ജോലിയും കളഞ്ഞ് പ്രകടനത്തിന് വരൂ. ഞങ്ങള് ഇപ്പൊ തന്നെ വീട്ടിൽ വെച്ച് അമ്മയോട് പറയാം. എന്നിട്ട് പ്രസിഡന്റിനെ വിളിക്കാം. പോരെ? ആയിക്കോട്ടെ. എന്നാ പിന്നെ താമസിക്കണ്ട, നിങ്ങൾ വിട്ടു. എനിക്ക് ജില്ലാ കമ്മിറ്റി വിളിച്ച് ഈ വിവരം അറിയിക്കണം. 6 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ആയിക്കോട്ടെ, പോവാനോ? ശരി. പിന്നെ നോമിനേഷൻ കൊടുക്കുന്നത് മറ്റന്നാളാണെങ്കിലും പ്രചരണം നാളെ തന്നെ തുടങ്ങിക്കോ. വേണ്ടപ്പെട്ടവരൊക്കെ ആദ്യമേ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാ. നാളെ തന്നെ ഇറങ്ങിക്കോളാം. ശരി, ഓൾ ദി ബെസ്റ്റ്. ശരി, അതെന്തായാലും നന്നായി പ്രസിഡന്റ്. എന്റെ മകനും മരുമകൾക്കും നല്ല ബുദ്ധി ഉദിച്ചപ്പോ പാർട്ടിയും അതിന്റെ കൂടെ നിന്നല്ലോ. നല്ല കാര്യം. അല്ല, പാർട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ജ്യോത്സ്യത്തിലൊക്കെ ചില സത്യങ്ങളുണ്ട് പ്രസിഡന്റ്. പ്രസിഡന്റിന് അത് മനസ്സിലായത് കൊണ്ടായിരിക്കുമല്ലോ പത്രികാ സമർപ്പണം 3-ാം തീയതിയിലേക്ക് തന്നെ മാറ്റിയത്. ഇനി ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ അനുപമയെ ജയിപ്പിച്ചെടുക്കും പ്രസിഡന്റ്. ഇത് സുശീലയുടെ വാക്കാ. നമുക്കിനി പത്രിക സമർപ്പിക്കുന്ന ദിവസം കാണാം. ആയിക്കോട്ടെ, ശരി. സുശീലയെ ധിക്കരിച്ച് എന്ത് ചെയ്താലും വിജയിക്കില്ലെന്ന് എന്റെ മകനും മരുമകൾക്കും മനസ്സിലായി. അവസാന നിമിഷം രണ്ടുപേരും കൂടി പാർട്ടി ഓഫീസിൽ പോയി അമ്മ പറഞ്ഞ ദിവസമേ പത്രിക സമർപ്പിക്കുന്നു പറഞ്ഞടി സോനെ. അപ്പൊ ഈ യുദ്ധത്തിലും അമ്മ ജയിച്ചു. ഇനി അമ്മ മരുമകളെ ഇലക്ഷനിൽ ജയിപ്പിക്കുമല്ലോ അല്ലേ? അവളെ ആദ്യം നോമിനേഷൻ കൊടുത്ത് മത്സരിക്കട്ടടി. ജയവും പരാജയവും ഒക്കെ അതിന് ശേഷമല്ലേ? ഏട്ടനും ഏട്ടത്തി വന്നല്ലോ. അമ്മേ പ്രസിഡന്റ് വിളിച്ചായിരുന്നോ? വിളിച്ചിട്ടിപ്പോ വെച്ചതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ഇനി അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? അമ്മയെ ധിക്കരിച്ച് തൽക്കാലം ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത്. അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നിയപ്പോ ഞാനിതിന്ന് പിന്മാറാൻ പോലും ശ്രമിച്ചതാ. അല്ല, അമ്മ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാലും ഞാനിതിന്ന് പിന്മാറാൻ തയ്യാറാ. നീ പിന്മാറാനോ? അതെനിക്ക് കൂടുതൽ നാണക്കേടല്ലേ അനു? നിന്നെ ജയിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ മത്സരിക്കാൻ നിർബന്ധിച്ചത് പോലും. പക്ഷേ ഇടയ്ക്ക് നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിക്കാനും നടപ്പിലാക്കാനും തുടങ്ങിയപ്പോ ഞാനൊന്ന് പുറകോട്ട് മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ലനു.